ഇന്നത്തെ യാത്ര നമ്മുടെ യാത്ര എവിടേക്കാ വരെ നമ്മള് പറമ്പേ പോകണം. പറമ്പേ പോണത്. അപ്പൊ നമ്മളിന്ന് തേങ്ങ പറക്കാൻ, തേങ്ങ മേടിക്കാൻ പറ്റില്ലല്ലോ, വെള്ള തേങ്ങ പറക്കാൻ പോണ ഒരു യാത്രയാണ് അല്ലേ? അതെ അതെ. അപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാം, എന്താ വെച്ചാ ഈ യാത്ര കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും എവിടേക്ക് പോകുമ്പോ അന്യഗ്രഹ ജീവികൾ പോണ പോലെയൊക്കെ ഉണ്ട് അല്ലേ? ഞാനാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. രണ്ടാളും തൊപ്പിയൊക്കെ ഇട്ടിട്ട് പോകുന്നതാണല്ലേ ഈ അന്യഗ്രഹ ജീവികൾ പോണ പോലെ തോന്നും യാത്രയൊക്കെ കാണുമ്പോ. നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ഇങ്ങനെ പരപ്പുഴ പാലം കണ്ടിന്യൂ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ആണല്ലോ ഇവിടെ. പാവർട്ടി പെരുന്നാളെ കാരണല്ലേ? അതന്നെ, പാവർട്ടി പെരുന്നാൾ. പറപ്പൂര് പള്ളിയിൽ പെരുന്നാളിൽ ചക്കപ്പെരുന്നാളുണ്ട്. ഇപ്പൊ പറപ്പൂര് പള്ളിയിൽ ചക്കപ്പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചക്കപ്പെരുന്നാൾ 5 വർഷം കൂടുമ്പോൾ നടക്കും. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാറുകാരൻ ചേട്ടൻ കുറച്ച് നേരമായി ടാക്സിയാണ് പാലക്കാട് ഭാഗം. ഗുരുവായൂർ അമ്പലം വഴി പോണതോ നമ്മള് മെല്ലെ പോളോട്ടാ. നമ്മുടെ കരിമ്പുകാരൻ ചേട്ടൻ ഇപ്പൊ വരുന്നില്ല കേട്ടാ. എനിക്ക് മഴ ഒന്ന് പെയ്ത പിന്നെ കരിമ്പിനും ഇതിനൊന്നും ഡിമാൻഡില്ലാന്ന്. ശരിയാട്ടാ, അത് കാരണം കരിമ്പിന്റെ ചേട്ടൻ വരാത്തത്. നമ്മള് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴേ എപ്പോഴും നല്ല എന്താ പറയാ വീഡിയോസ് എടുക്കാൻ ഒരു ആദ്യമായിട്ടാണ് നമ്മൾ യാത്രയിൽ ഒരു വീഡിയോസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാന്ന് നിങ്ങൾ പറയാം. നമ്മള് പറമ്പിയെ വന്നിട്ട് ഒന്ന് അടിയിലേക്ക് നോക്കിക്കോട്ടാ, വല്ല പാമ്പ് എന്തൊക്കെ ഉണ്ടോന്നുള്ളതേ. പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോളാ സത്യത്തിലേ ഞാൻ പണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ പാടത്ത് പോണ ഒരു വീഡിയോ. നിങ്ങൾ കണ്ടവർ നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അതിൽ ആണ് ശരിക്ക് ഞാനും അച്ഛനും കൂടി പാടത്ത് പോണത്. നനയ്ക്കാൻ ശരിക്കും പാമ്പിനെ പേടിയുള്ള കാരണം പറമ്പിൽ പോകാൻ പേടിയുള്ള ആളാണ് ഞാൻ. അപ്പം നമുക്ക് നോക്കുക, തേങ്ങ വീണെടുക്കുന്നുണ്ടാവും, അത് പറക്കിയിട്ട് നമ്മുടെ പരിപാടി ഇന്നത്തെ അവസാനിപ്പിക്കണം അല്ലേ? മാങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. മാങ്ങേരെ പരിപാടിയൊക്കെ മാങ്ങര ഇത് വെച്ചാലേ മാങ്ങ ഇപ്പം മഴയൊക്കെ പെയ്താൽ ഇനിയിപ്പോൾ മാങ്ങയിലൊക്കെ പുഴുണ്ടാവും ആണ്. പിന്നെ പുളിയമ്മാവിലൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. പുളിയമ്മാവിലൊക്കെ കുഴപ്പമില്ല, പക്ഷെ എന്നാലേ ഇപ്പൊ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അതുണ്ടായ മാങ്ങയൊക്കെ നിക്കണ്ട്, നോക്കിയേ ഉണ്ടോ? അവിടെയൊക്കെ മാങ്ങ നിക്കണ്ട്, ഇഷ്ടം പോലെ മാങ്ങ നിക്കണ്ട്. അതേപോലെ കാടായിട്ട് ഇനി ഇപ്പോഴും നിക്കണത്. എന്താ മാങ്ങ കിട്ടി, സൂം ചെയ്ത് നോക്കിയാണ്ട അവിടെ മാങ്ങണ്ട്. പണ്ട് അച്ഛൻ നടന്നപ്പോ പറമ്പ് ഉള്ള പച്ചപ്പ് ഇല്ലാട്ടാ. അച്ഛൻ നടന്നപ്പോഴത്തെ പച്ചപ്പൊന്നും ഇല്ലാതെ ഇപ്പൊ നമ്മളാരും വരുന്നില്ലല്ലോ. അപ്പൊ നമ്മളെന്ന് വെച്ചാലേ പറമ്പില് വന്നിട്ട് നമ്മള് വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് അല്ലേ? അവിടെ തേങ്ങ എടുക്കുന്നുണ്ട്. എവിടെ ചാക്ക് കൊണ്ടു എടുത്തിട്ടുണ്ടോ ഭാര്യ? അയ്യോ ഇല്ല, അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ ഇതൊക്കെ ഇതായി തേങ്ങയൊക്കെ എന്താ പറയാ ഉണങ്ങി ഒരു വിധായി ഉണ്ടെന്നല്ലേ? ഇതൊന്നും വെള്ളമില്ല. അപ്പൊ നമ്മുടെ വീട്ടില് തേങ്ങ ഉണ്ട്, തേങ്ങയൊക്കെ കൊപ്രയായി. അപ്പൊ എന്താ ചെയ്യാ, ഉണക്കേണ്ട ആവശ്യമില്ല. ദൈവമേ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കട്ടെ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക. ഇത് ഞാൻ എന്തായാലും അവിടെ കൊണ്ടുപോയിട്ടിട്ട് വരാം. മാളോ എന്തെങ്കിലൊക്കെ പറയേ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോയിടാൻ പേടിയാവും. എന്തെങ്കിലൊക്കെ അവിടെ ഒന്ന് പറയേ. എനിക്കിവിടെ പറഞ്ഞ കേക്കാലേ? ഓണാക്കിയ ഭയങ്കര ഇതാണ് കേട്ടാ, കാട് പോലെയൊക്കെ കിടക്കണത്. നടക്കുമ്പോ പേടിക്കണം. എവിടെ പാമ്പുണ്ടാവുന്നൊന്നും അറിയില്ലേ. അങ്ങടെ അധികം പോവണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടാ. തേങ്ങ കാണുകയാണെങ്കിൽ സുഖമായിരുന്നു.
പിന്നെ പാമ്പോളും പിന്നെ ഒന്നൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിക്കില്ലല്ലോ അല്ലെ. ഏയ് തേങ്ങ ധൈര്യം കൂടുതലായ കാരണമാണ് ഏറ്റവും പ്രശ്നമായത്. ഇവിടെ വെച്ചാൽ നല്ല നല്ല പാമ്പുകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം പിന്നെ നമുക്ക് ഭയങ്കര ധൈര്യം. മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങടെ അകലേക്ക് പോവാൻ ഭയങ്കര പേടി, ഒരു വഴി പോലും കാണാനില്ല. നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാര് വന്നിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അറ്റം വരെ പോവാട്ടോ. അപ്പൊ നല്ല രസം. ചേച്ചിമാര് വന്ന് വൃത്തിയാക്കണ ആ ടൈമിൽ മാത്രം നമുക്ക് കണ്ട് കിടക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ വൃത്തിയാക്കി ഒരു മഴ ചാറിയാ മതി. വെളിച്ചുണ്ടാ അപ്പൊ പിന്നെ കുറച്ച് ധൈര്യം. പറമ്പിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ സുഖമായി. ഇത് പാമ്പിന്റെ പുറ്റൊന്നുമല്ലല്ലോ അല്ലെ, ഉറുമ്പിന്റെ അല്ല, ഉറുമ്പിന്റെ പുറ്റാന്ന് തോന്നുന്നു. കാണിച്ചു കൊടുക്കട്ടെ വീഡിയോ. ഒന്നും ചെയ്യാൻ പോണ്ട, പാമ്പിന്റെ ആവില്ലാന്ന് വിചാരിക്കാം നമുക്ക്. റിവേഴ്സ് വരുന്നില്ലല്ലോ എന്തോ ഈ മോഡൽ, അത് റിവേഴ്സ് കിട്ടില്ല. 1 2 3 ശരിക്കും റിവേഴ്സ് വരണം. കണ്ട വെല്ലിച്ച എവിടെയാണാവോ? വെല്ലിച്ച അവിടെ അകലുണ്ട് തോന്നുന്നു. വെല്ലിച്ചിന്റെ വണ്ടി ഉണ്ട്. ഇങ്ങനെ ഇതിന്റെയൊക്കെ ശബ്ദം കേൾക്കണ ചിലപ്പോ പാമ്പുണ്ടെങ്കിൽ പോവായിരിക്കും അല്ലേ? പൂവായിരിക്കും. പറക്കി കൂട്ട മാങ്ങ കുറെ എടുക്കണ്ടല്ലോ. മാങ്ങ എടുക്കണ്ടത് മറ്റേ കുളമ്പ് മാങ്ങ, സൂപ്പർ മാങ്ങ കേട്ടത്. നിങ്ങള് ചെലപ്പോ പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും. ഇത് അടിപൊളി മാങ്ങിയത്. മാങ്ങ അതിന്റെ മുകളിലും ഉണ്ട്. കണ്ട മുകളിലും ഉണ്ട്. അടിയില് വീണതൊക്കെ പഴുത്തതാ. ഇപ്പൊ നമ്മുടെ മലപ്പുറം ആ ഏരിയയില് നിപ്പയും കൂടി വന്ന കാരണം മാങ്ങ എടുക്കാൻ ഒരു പേടി. എന്താ വെച്ചാൽ നിപ്പ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താണോ നമുക്ക് അറിയില്ലല്ലോ. അല്ല ഇപ്പൊ ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചെടുക്കാം. ചാലിക്കിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് പറക്കാം. ഇത് വീഡിയോ എടുത്ത് നടന്നു കഴിഞ്ഞാൽ നടക്കലുണ്ടാവില്ല, പറക്കലുണ്ടാവില്ല. വൈകുന്നേരം ആയാലും പരിപാടി കഴിയില്ല. അപ്പോൾ പറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ മാളു? അതന്നെ. അല്ലേ പിന്നെ നമ്മള് ഇവിടെ നിക്കും, പാമ്പിനെ നോക്കിട്ട് ഇവിടെ നിക്കലുണ്ടാവുള്ളൂ. ശരി, ഇവിടെ അധികം നേരം നിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് നല്ല കൊതുകടി, ചെറിയ ചെറിയ നഞ്ചി കൊതുകല്ല, ചെറിയ ചെറിയ കൊതുകളുണ്ട്. നഞ്ഞി കൊതുകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കൊതുകൾ. ഈ കൊതുകടിച്ചാലല്ലേ മേത്തൊക്കെ ചൊറിയ. അപ്പൊ നമ്മുടെ തേങ്ങ പറക്കലൊക്കെ കഴിഞ്ഞിട്ട് ചിലവുള്ള തേങ്ങ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. 3000 മുത്തുകൂടിയാണ് ഓടിപ്പോയിട്ട് എടുത്തതാ. പക്ഷെ 3000 മാങ്ങ, അധികം വലിപ്പൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എന്നോടല്ല, നമുക്ക് കാണാം. ഓക്കെ ബൈ. ഓക്കെ ബൈ.